അതെ, തിരുവോണത്തിൻ്റെ അന്ന് എൻ്റെ വീട്ടിലെല്ലാവരും ഞാൻ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. എന്തിനാണെന്നറിയോ? നമുക്ക് കസേര കളിയും നാരങ്ങ വെച്ചോട്ടമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കി എല്ലാവരും ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്നതും എവിടെ നിന്നൊക്കെ ഇപ്പം ഇങ്ങനത്തെ കസേരയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഴയതൊക്കെ പറക്കി എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കസേര കളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ കൂടി, പക്ഷേ ഞാൻ ഒരു റൗണ്ട് ഓടിപ്പോയേക്കും മറിയാമ്മ പറഞ്ഞു അമ്മയുടെ കൂടെ ഞാൻ മറിയാമ്മയ്ക്കും കളിക്കണം. ഞാൻ തന്നെ അങ്ങനെ കളിച്ചിട്ട് മറിയാമ്മയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ആളെൻ്റെ കൂടെ തന്നെ ഓടും. ആളെൻ്റെ കൂടെ ഓടുന്നതുകൊണ്ട് എനിക്കാണെങ്കിൽ കസേരയിട്ട് കിട്ടണമില്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാവരും തകർത്ത് വാരിക്കൊണ്ടേനെ. പിന്നെ മറിയാമ്മയാണെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ വന്ന കാരണം അവൾ വീണ് പോകുമെന്ന് ഓർത്തിട്ടേ പയ്യെ ഓടിയത് കേട്ടോ. പിന്നെ മറിയാമ്മ പിന്നെ മാറ്റിയിട്ടേക്കുന്ന കസേരയൊക്കെ എടുത്തുകൊണ്ട് വരും കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ ഇതെന്താ സംഭവം എന്ന് പുള്ളിക്കാരി പിടിയിട്ടില്ല. ആദ്യമായിട്ടല്ലേ ഇങ്ങനൊരു കാര്യം കാണുന്നത്. കസേരകളിയൊന്നും മറിയാമ്മ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ലാസ്റ്റ് റൗണ്ടിൽ എത്തി ഒരു വിധത്തിൽ. ഒരു റൗണ്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പക്ഷേങ്കിൽ കുഞ്ഞേച്ചി വന്നിട്ട് പുറകിൽ നിന്നിരുന്നു. അങ്ങനെ ഇരിക്കാൻ പാടില്ലല്ലോ, ഫ്രണ്ടിൽ നിന്നിരിക്കുകയല്ലേ ചെയ്യേണ്ടത് കണ്ടോ. അവൾ പുറകിൽ നിന്നിരുന്നു. അങ്ങനെ ഞാൻ ഔട്ടായി. അവൾ ഫസ്റ്റ് അടിച്ചു എന്ന് അവൾ തന്നെ അങ്ങ് പ്രഖ്യാപിച്ചു കേട്ടോ. പിന്നെയാണെങ്കിൽ നമ്മുടെ ചേട്ടന്മാരുടെ കളിയാണ് കേട്ടോ. അപ്പം ഞാനിത് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ കാരണം ചേട്ടന്മാരൊന്നും കളിക്കാനത് എല്ലാവരും ഇറങ്ങിയില്ല കേട്ടോ. അവർക്ക് നാണം വന്നു. എല്ലാ റൗണ്ടിലാണെങ്കിലും അപ്പൂസ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ടായി പോവാണ് കേട്ടോ. എന്ന സംബന്ധമില്ല, അവനും ആദ്യമായിട്ട് കളിക്കുന്നതെന്ന് അറിവാണ് കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോഴേക്കും മറിയപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. നമ്മൾ ഇത് കൊണ്ടാണ് കേട്ടോ ഈ പ്ലേറ്റിൽ സ്പൂൺ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കറങ്ങണം, നിർത്തുമ്പോൾ ഓട്ടം നിർത്തും. അങ്ങനെയാണ് കേട്ടോ സംഭവം. അപ്പോൾ ഈ നാരങ്ങയൊക്കെ കൊണ്ടുവച്ചേക്കുന്നത് എന്നാത്തിനാണെന്നറിയോ? നമ്മുടെ നാരങ്ങ പിടിച്ച ഓട്ടം ഉണ്ടല്ലോ സ്പൂണിൽ, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ നാരങ്ങ പിടിച്ച് വന്നപ്പോഴേക്കും കുഞ്ഞേച്ചിയൊക്കെ അവിടെ എത്തി. എങ്ങനെ സംഭവിച്ചത്? സംഭവം എന്നാന്ന് പറയട്ടെ, ഇത് ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ അല്ലായിരുന്നു. അപ്പോൾ ഇച്ചിരി ചിണക്കമൊക്കെ പറ്റിയതായിരുന്നു സ്പൂണിൽ. ഇത് മറിയാമ്മ കാണിക്കുന്നുണ്ടോ, നമ്മളൊക്കെ വെച്ച് ഓടിയില്ലേ. അപ്പോൾ പുള്ളിക്കാരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നാരങ്ങ വെച്ച് ഓടാനായിട്ട് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. എനിക്ക് സന്തോഷമായി.